അവിടെ മക്കളെ രാസമാറ്റങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് അഥവാ നമ്മുടെ കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എന്നാൽ നിങ്ങളത് വേണ്ട പോലെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അഥവാ പല മക്കളും തെറ്റിക്കാറുണ്ട്. അതായത് ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മളെന്താ പറയുക, നമ്മൾ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്കത് അറിയാം, ഇതൊക്കെ വന്ന് ഞാൻ എഴുതുമെന്ന് വിചാരിച്ചു പോകുന്ന ചെറിയ കാര്യങ്ങൾ എക്സാമിന് വരും. നമ്മൾ ആ സമയത്ത് കൺഫ്യൂസ്ഡ് ആവും. സോ ആ കൺഫ്യൂഷൻ നമുക്ക് വരരുത്. സിമ്പിളായ ക്വസ്റ്റ്യൻ അല്ല, ടഫായ ക്വസ്റ്റ്യൻ അല്ല, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എജ്യൂബോർഡിൻ്റെ മക്കൾ, മുർഷി സാറിൻ്റെ മക്കൾ ആൻസർ ചെയ്തിരിക്കും. സോ നമ്മൾ സിമ്പിളായ ക്വസ്റ്റ്യനും പറയും, ടഫായ ക്വസ്റ്റ്യനും പറയും, നമ്മൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് കേൾക്കുക. നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താ മക്കളെ, സിമ്പിളായ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. പക്ഷേ നിങ്ങളിൽ പലരും തെറ്റിക്കാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ആരും തെറ്റിക്കരുത് എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ചാപ്റ്റർ 3 കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോർ യുവർ ക്രിസ്മസ് എക്സാം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാ വെച്ചാൽ ഇത് തന്നെയാണ്, ഒരു ഡൗട്ടില്ല കെമിസ്ട്രിയിൽ. സോ നോക്കാം എന്താ മക്കളെ, കെമിക്കൽ ചേഞ്ചസ് ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്. ചാപ്റ്ററിൻ്റെ പേരിന് എന്താണ്, രാസമാറ്റങ്ങൾ എന്നുള്ളതാണ്. സോ എന്താണ് രാസമാറ്റം, എന്താണ് ഭൗതിക മാറ്റം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ പഠിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിമ്പിളാണ് എന്നാൽ തെറ്റിക്കാറുണ്ട് എന്ന് പറഞ്ഞത്. എവിടെയാണ് നിങ്ങൾ തെറ്റിക്കുക അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച് നമുക്ക് എഴുതാൻ അറിയണം. നമുക്ക് അറിഞ്ഞാൽ പോരാ, നമുക്കിങ്ങനെ വെറുതെ നമ്മളെ മൈൻഡിലുണ്ട് പറഞ്ഞാൽ പോരാ, എക്സാം വന്നാൽ നമുക്ക് എഴുതാൻ അറിയണം. സോ അതാണ് നമ്മളിവിടെ കാണിച്ചത്. ഓർത്ത് വെച്ചോ, വായിച്ചോ, ഇപ്പം തന്നെ പഠിച്ചോ, ഇനി അങ്ങോട്ടും പോകണ്ട, പഠിച്ചോ. ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. സോ തന്മാത്രാ ക്രമീകരണത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഭൗതിക മാറ്റമാണ് എന്ന് പറയാം. അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്നുണ്ട്. എന്നാൽ രാസമാറ്റമാണെങ്കിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നുണ്ട്. അതുവരെ അവിടെ ഇല്ലാതിരുന്ന ചില പുതിയ ആളുകൾ ആ സമയത്തേക്ക് പുറത്തേക്ക് ചാടും, അഥവാ പുതിയ ആളുകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് ഓൺലി a change in the arrangement of molecule, അല്ലേ, തന്മാത്രകളുടെ അറേഞ്ച്മെന്റ് മാത്രമേ മാറുന്നുള്ളൂ. ഹെൻസ് അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി ഈസിലി ബ്രോട്ട് ബാക്ക്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അല്ലേ, ജലം നീരാവിയായി ശരിയാണ്, അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, തന്മാത്ര ക്രമീകരണം മാത്രമേ മാറിയിട്ടുള്ളൂ, പുതിയതായിട്ടൊരാളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ബ്രോട്ട് ബാക്ക്, തിരിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ന്യൂ മോളിക്യൂൾസ്, ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. എൻ്റെ മക്കൾ ആ ന്യൂ മോളിക്യൂൾസ് എന്നുള്ള ഭാഗം നോട്ട് ചെയ്ത് വെച്ചോ, മാർക്ക് മൈ വേർഡ്സ്, എൻ്റെ വാക്കുകൾ നിങ്ങൾ കുറിച്ച് വെച്ചോ. ആ ന്യൂ മോളിക്യൂൾസ്, പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ മൈൻഡിലേക്കാണ് കയറ്റുക. സോ നിങ്ങൾ റെഡിയായി, നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കും മക്കളെ, കുറച്ച് എക്സാമ്പിൾസ് തരും, നിങ്ങളോട് പറയാൻ പറയും ഏതാണ് ഫിസിക്കൽ ചേഞ്ച്, ഏതാണ് കെമിക്കൽ ചേഞ്ച്, ഏതാണ് ഭൗതിക മാറ്റം, ഏതാണ് രാസമാറ്റം. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ കാര്യം മാത്രം ചിന്തിക്കുക. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ കാണിച്ചു തരും. ന്യൂ മോളിക്യൂൾസ് മലയാളത്തിൽ പറഞ്ഞാൽ പുതിയ തന്മാത്രകൾ. ഞാൻ റിപ്പീറ്റ് ചെയ്തത് വെറുതെ അല്ല മക്കളെ, നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. സോ പുതിയതായി ആരെങ്കിലും ഉണ്ടായി എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ ഉറപ്പിച്ചോളണം, അത് രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ചാണ്. ഓക്കെ, ക്ലിയർ? അത് മാത്രം മതി. ശരിയാണോ? നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ എക്സാമ്പിൾസ് നമുക്ക് പറയാം. സോ രാസമാറ്റം, ഭൗതിക മാറ്റം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. എടാ ജലം നീരാവിയാകുന്നു, പുതിയതായി ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ കാര്യം ഞാൻ ആകെ നോക്കേണ്ടത് ആരെങ്കിലും പുതിയതുണ്ടോ ഇല്ല, ആരുമില്ല. സോ എന്താണ്, അതൊരു ഭൗതിക മാറ്റം മാത്രമായിരിക്കും. ഇനി വിറക് കത്തുന്നു, നോക്കടാ, വിറക് കത്തുമ്പോൾ കരി ഉണ്ടാകും, പുകയുണ്ടാകും, വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ പുതിയതായി ആരൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. ഓഫ് കോഴ്സ് അതെന്താണ്, രാസമാറ്റമാണ്, അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചാണ്. ഇനിയോ ഇരുമ്പ് തുരുമ്പിക്കുന്നു. എടാ അത്രയും നേരം ഇരുമ്പ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പിന്നെന്താ പറ്റുക, തുരുമ്പും കൂടെ വരില്ലേ, പുതിയ ആളുണ്ടായില്ലേ. ഓഫ് കോഴ്സ് നിങ്ങൾ ഉറപ്പിച്ചോളൂ, എന്താണ്, അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഇപ്പോൾ ട്രിക്ക് മനസ്സിലായോ? ഇനി എൻ്റെ മക്കൾ തെറ്റിക്കില്ല, ഐ ആം ഷുവർ. നിങ്ങളും കോൺഫിഡൻ്റ് ആയില്ലേ? അത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ഓർത്ത് വെക്കുക. അതായത് ആദ്യം മനസ്സിലാക്കണം,
എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഓർത്ത് വെക്കുക. അതിനെന്താ ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്തു തരാം, ഒക്കെ നമ്മൾ ഡീലാക്കി തരും. നിങ്ങളിപ്പോൾ ഈ കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അതുണ്ടെങ്കിൽ, കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഏത് ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് മാറും. ഓക്കെ അല്ലേ? അടുത്ത് മെഴുക് ഉരുകുന്നു. യെസ്, കൺഫ്യൂഷൻ സാറേ കൺഫ്യൂഷൻ. എന്തിനാ കൺഫ്യൂഷൻ? എടാ പുതിയതായിട്ട് മെഴുകല്ലാത്ത വേറെ ഏതെങ്കിലും ആളവിടെ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. മെഴുക് ജസ്റ്റ് എന്താണ് ചെയ്യുക, അവിടെ ഉരുകിയിട്ട് ആളാകെ ഇങ്ങോട്ട് വെള്ളം പോലെ ആവും. വിച്ച് മീൻസ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കുള്ള കൺവേർഷൻ നടക്കും. ലിക്വിഡ് ഒഴുകാൻ തുടങ്ങും മെഴുകുരുകുമ്പോൾ അല്ലേ? വിച്ച് മീൻസ് സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ, മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ, തന്മാത്രകളുടെ ക്രമീകരണം മാത്രമേ മാറുന്നുള്ളൂ. വിച്ച് മീൻസ് അതെന്താണ്, ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ്. ഇനി പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടുമ്പോൾ എന്തൊക്കെയൊക്കെ ഉണ്ടാവുക അല്ലേ? കരി, പുക, സൗണ്ട്, പിന്നെ എന്തൊക്കെയോ ഒരു ജാതി സ്മെല്ല് അല്ലേ? ഇതൊക്കെ പുതിയതല്ലേ? ഇതൊക്കെ പുതിയതായി ഉണ്ടായ ആളുകളല്ലേ? സോ ന്യൂ പ്രൊഡക്ട്സ് ആർ ഫോമിങ്, അല്ലെങ്കിൽ ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് ഉണ്ട്, ഉറപ്പാ. സോ എന്താണ് മക്കളെ, അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഇനി വിറക് വെട്ടുന്നു, ഇതാണ് മക്കളെ നിങ്ങൾ തെറ്റിക്കുന്ന സാധനം. വിറക് വെട്ടുന്നു. എടാ ചില മക്കൾ പഠിച്ചു വെക്കും എന്ത്, രാസമാറ്റങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? ബ്രോട്ട് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള സാധനമായിരിക്കും അവരുടെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടാവുക. ഏതിനേക്കാൾ, ഒരു പുതിയ സാധനം ഉണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ മുമ്പ് അവരുടെ മൈൻഡിലേക്ക് കയറിയത് എന്താണെന്നറിയോ, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിൽ, ഭൗതിക മാറ്റമാണെങ്കിൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള സാധനം നിങ്ങളുടെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വിറക് വെട്ടി, ശരി വിറക് വെട്ടി, അല്ലെങ്കിൽ കട്ടിങ് ഓഫ് വുഡ്, മരം വെട്ടിയില്ലേ, ഇനിയിപ്പോൾ ആ മരം പഴയ അവസ്ഥയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ സാറേ? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തോന്നും എന്താ ഇത് കെമിക്കൽ ചേഞ്ച് അല്ലേ? ഫിസിക്കൽ ചേഞ്ച് ആകുമ്പോഴല്ലേ നമുക്ക് പെട്ടെന്ന് പഴയ അവസ്ഥയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇത് ഫിസിക്കൽ ചേഞ്ച് അല്ല. കാരണം എന്താണ്, വിറക് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അല്ലേ? ഇതുപോലെ മറ്റൊരു എക്സാമ്പിളാണ്, പേപ്പർ കഷ്ണം കീറുന്നു. പേപ്പർ എന്ത് ചെയ്യുന്നു, കീറി കുറേ പീസാക്കി. ഉറപ്പല്ലേ പഴയ പോലെ നമുക്ക് ആക്കാൻ പറ്റുമോ? പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ലോജിക്കലി തിങ്കിങ്, അത് ശരി, ഇനിയിപ്പോൾ തിരിച്ച് പഴയ പേപ്പർ ആക്കാൻ പറ്റുമോ? ഒരു A4 പേപ്പർ ഞാൻ കീറി 10-16 പീസാക്കി. ആ ചേഞ്ച് എന്ത് ചേഞ്ചാ? ഓഫ് കോഴ്സ് അത് ഭൗതിക മാറ്റം മാത്രമാണ്, കെമിക്കൽ ചേഞ്ച് അല്ല. സോ ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞത്, പുതിയ ഒരാൾ ഉണ്ടാകുന്നുണ്ടോ, ഉറപ്പിച്ചോ, തറപ്പിച്ചു പറഞ്ഞോ, അതെന്താണ്, കെമിക്കൽ ചേഞ്ചാണ്, അല്ലെങ്കിൽ രാസമാറ്റമാണ് അല്ലേ? ഓക്കെ, സോ മക്കൾ എന്ത് ചെയ്യുക, ആ പോയിന്റിൽ നോട്ട് ചെയ്യുക. പോയിന്റ് ഞാൻ വീണ്ടും പറയുന്നു, ഏത് പോയിന്റാ? യെസ്, പുതിയ തന്മാത്രകൾ. അത് മനസ്സിലാക്കിയാൽ, ന്യൂ മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും നമ്മുടെ കൈവെള്ളയിലാണ്. സോ അത് പഠിച്ചു. ഒരു ചേഞ്ച് കണ്ടാൽ അത് ഫിസിക്കലാണോ, അത് കെമിക്കലാണോ, അത് ഭൗതിക മാറ്റമാണോ, അത് രാസമാറ്റമാണോ, നമ്മൾ അറിഞ്ഞു. നമുക്കിനി പറയാൻ അറിയും, അത് മാത്രം മതി. എക്സാമിന് ചോദിക്കൂടാ, ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. സോ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക, ആൻഡ് എക്സാം ഉഷാറാക്കി എഴുതുക. പറ്റൂടാ, നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, സോ ബി കോൺഫിഡൻറ്റ്, ആൻഡ് നമ്മൾ ഒന്നിച്ചെടുക്കും, നമ്മൾ ഒന്നിച്ച് എക്സാമിനെ നേരിടും. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.